നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാറ്റഗറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലേ. അവകളാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട് OT ഫീ കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ആ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ വരുന്ന സൊസൈറ്റികളാണ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള കോഓപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, എംപ്ലോയീസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, കൺസ്യൂമർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, റീജിയണൽ ഓർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇവയെല്ലാം ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഇതേ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ വിഭാഗത്തിൽ വരുന്ന PCA RDB, ഹൗസിംഗ് മോർട്ട്ഗേജ്, ഹൗസിംഗ് തുടങ്ങിയ സൊസൈറ്റികളെല്ലാം ഈ ക്രെഡിറ്റിൻ്റെ വിഭാഗത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. കാരണം അത് ക്രെഡിറ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട് OT ഫീ കണക്കാക്കുന്ന കാറ്റഗറിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. അതിനെങ്ങനെയാണ് OT ഫീ കണക്കാക്കുന്നത് നമ്മൾ ശേഷം അതിനായിട്ട് വിഭാഗം വരുന്നുണ്ട്, അവിടെ പഠിക്കും. അപ്പോൾ ഇത്രയും സൊസൈറ്റികളുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ OT ഫീ കണക്കാക്കുന്നത്. ഈ ക്രെഡിറ്റ് സൊസൈറ്റീസിന് എങ്ങനെയാണ് OT ഫീ കണക്കാക്കുന്നതെന്ന് നമ്മളൊരു ഉദാഹരണ സഹിതം പഠിക്കാം. ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഡെപ്പോസിറ്റ് 10 ലക്ഷം, ബോറോയിങ്സ് 5 ലക്ഷം, റിസർവ് 3 ലക്ഷം, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 4 ലക്ഷം. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഓഡിറ്റ് ഫീ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ് അവരുടെ OT ഫീ കണക്കാക്കുന്നത്. അപ്പോൾ ആദ്യം വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഫോർമാറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ആ സൊസൈറ്റിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ബോറോയിങ്സ്, റിസർവുകൾ ഇതെല്ലാം കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഫിക്സ്ഡ് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ സൊസൈറ്റിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു സൊസൈറ്റിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ബോറോയിങ്സ്, റിസർവുകളൊക്കെ കൂട്ടുക. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കൂട്ടി നോക്കും. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം, ഡെപ്പോസിറ്റ് 10 ലക്ഷം, ബോറോയിങ്സ് 5 ലക്ഷം, റിസർവ് 3 ലക്ഷം. ഇതൊക്കെ കൂട്ടിയതിൽ നിന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആകുന്ന 4 ലക്ഷം കുറക്കുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ കുറക്കുമ്പോൾ നമുക്ക് 20 ലക്ഷത്തിൽ നിന്നും 4 ലക്ഷം കുറക്കുക. അപ്പോൾ 16 ലക്ഷമാണ് അവിടെ കിട്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ആ സൊസൈറ്റിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 16 ലക്ഷമാണ്. ഈ 16 ലക്ഷം അല്ല കേട്ടോ നമ്മൾ ഓഡിറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടത്, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഫീ കണക്കാക്കേണ്ടത്. അങ്ങനെ ആ 16 ലക്ഷത്തിന് നമ്മൾ എങ്ങനെയാണ് OT ഫീ കണക്കാക്കേണ്ടത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എല്ലാ 100 രൂപക്കും 50 പൈസ വെച്ചിട്ടാണ് OT ഫീ കണക്കാക്കേണ്ടത്. ആ തത്വമാണ് ഇവിടെയും പാലിക്കേണ്ടത്. അഥവാ ഇവിടെ കിട്ടിയിട്ടുള്ള 16 ലക്ഷം അത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ആ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ ഓരോ 100 രൂപക്കും 50 പൈസയാണ് ചാർജ്. അപ്പോൾ 16 ലക്ഷമാകുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എത്ര 100 ഉണ്ട്? ഹരിക്കണം 100 ചെയ്താൽ മതി. ആ 16 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട് ചോദിച്ചാൽ 16,000 100 ഉണ്ട്. ആ 16,000 രൂപ ഇൻറ്റു 50 പൈസ 8,000 രൂപയാണ് അവിടെ ഓഡിറ്റ് ഫീ വരുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. നമുക്കിവിടെ 16 ലക്ഷം വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. ആ 16 ലക്ഷത്തിലെ ഓരോ 100 രൂപക്കും 50 പൈസയാണ് ഓഡിറ്റ് ഫീ ഉള്ളത്. അപ്പോൾ ആ 16 ലക്ഷത്തിൽ എത്ര 100 ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. 16,000 100ആണുള്ളത്. ആ 16,000 രൂപയിൽ ഓരോ 100 രൂപക്കും 50 പൈസയാണ് ചാർജ് വരുന്നത്. അപ്പോൾ 16,000 ഇൻറ്റു 0.50. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8,000 രൂപയാണ് ഓഡിറ്റ് ഫീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, മാക്സിമം ഓഡിറ്റ് ഫീ എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ഫോർ ക്രെഡിറ്റ് സൊസൈറ്റീസ് അതർ ദാൻ PCA RDB, ഹൗസിംഗ് സൊസൈറ്റി, ഹൗസിംഗ് മോർട്ട്ഗേജ് ബാങ്ക്. ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ഹൗസിംഗ് മോർട്ട്ഗേജ് ബാങ്ക് അല്ലാത്ത, ഹൗസിംഗ് സൊസൈറ്റി അല്ലാത്ത, PCA RDB അല്ലാത്ത ഏത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിലും അവരുടെ മാക്സിമം OT ഫീ എന്ന് പറയുന്നത് താഴെ പറയുന്ന രൂപത്തിലാണ്. അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ അപ് ടു ദി 10 crore, 10 കോടി വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം കൊടുക്കേണ്ടത് എത്രയാണ്? 50,000 രൂപയാണ്. ഇനി 10 കോടിക്ക് മുകളിലാണെങ്കിലോ മാക്സിമം കൊടുക്കേണ്ടത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ നമുക്കിവിടെ 16 ലക്ഷം വർക്കിംഗ് ക്യാപിറ്റലിന് 8,000 രൂപയാണ് നമ്മൾ OT ഫീ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇനി സപ്പോസ് 10 കോടി വരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ അവിടെ കൊടുക്കേണ്ടതായി വന്നത് 60,000 രൂപയാണെന്ന് കൂട്ടിക്കോളും. അപ്പോൾ നമ്മൾ 60,000 കൊടുക്കണോ? വേണ്ട. നമ്മളോട് പറയുന്നുണ്ട് 10 കോടി വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിന് മാക്സിമം 50,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 60,000ത്തിന് പകരം 50,000ആണ് കൊടുക്കേണ്ടത്. ഇനി സപ്പോസ് നമുക്ക് കിട്ടിയത് 1 ലക്ഷം രൂപയാണെന്ന് കൂട്ടിക്കോളും. ഇത് തറവാനായിട്ടായി പറയുന്നത്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ കൊടുക്കണോ? വേണ്ട. മാക്സിമം കൊടുക്കേണ്ട തുക പറഞ്ഞിട്ടുണ്ട് 50,000 ആണ്. ഇനി സപ്പോസ് 49,000 കിട്ടിയെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? 49,000 തന്നെ കൊടുക്കണം. കാരണം മാക്സിമം 50,000 പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ താഴത്തുള്ള എമൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ എബോവ് 10 crore ആണെങ്കിൽ അവിടെ മാക്സിമം ഫീ വരുന്നത് 1 ലക്ഷം രൂപയാണ് OT ഫീ ആയിട്ട് വരുന്നത്. അത് മനസ്സിലാക്കാൻ ഒന്നുകൂടി പറയാണ്. 10 കോടിക്ക് മുകളിലുള്ള ഒരു കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ എല്ലാം തട്ടിക്കഴിച്ച് നോക്കി ലാസ്റ്റ് OT ഫീ കൊടുക്കേണ്ടതായി വരുന്നത് 2,59,000 ആണെന്ന് കൂട്ടിക്കോളും. കൊടുക്കണോ? വേണ്ട. മാക്സിമം എത്ര കൊടുത്താൽ മതി? 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഓക്കെ, ഒക്കെ തട്ടിക്കഴിച്ച് നോക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പുറത്ത് നമ്മൾ നോക്കി OT ഫീ കൊടുക്കേണ്ടതായിട്ട് വന്നത് എത്രയാണെന്ന് കൂട്ടിക്കോളൂ. 1,10,000 രൂപയാണ്. 1,10,000 രൂപ വന്നു കഴിഞ്ഞാൽ 1,10,000 കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? മാക്സിമം 1 ലക്ഷം വരെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 1 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അവിടുത്തെ കണക്കിൽ 8,000 രൂപയാണ് വന്നിട്ടുള്ളത്. 16 ലക്ഷത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പുറത്ത് 8,000 രൂപയാണ് OT ഫീ കണക്കാക്കി വന്നു. അത് സ്വാഭാവികമായിട്ടും ആ മാക്സിമത്തിൻ്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമുണ്ട്. ആ 8,000 തന്നെ കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി കാണും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി ആട്ടോ PCRDB, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ്. ഒന്നാമത്തെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു 3 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ വരുന്നില്ല. അത് PCRDB, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ് ആണെന്ന് പറഞ്ഞു. ബാക്കി വരുന്ന എല്ലാ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് OT ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇവിടുത്തെ കേസിൽ അഥവാ PCRDB, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ കേസിൽ ദ OT ഫീ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പുറത്തല്ല OT ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ടോട്ടൽ ഓഫ് ലോൺ ഇഷ്യൂസ് ആൻഡ് ലോൺ റിക്കവേർഡ്. ലോൺ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ടിൻ്റെയും ലോൺ റിക്കവേർഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെയും ടോട്ടൽ രണ്ടും പാടെ ചേർത്ത് അതിൻ്റെ പുറത്താണ് ഇവിടെ OT ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഫിഗറിൽ എത്ര 100 അതിന് 50 പൈസ വെച്ചിട്ടാണ് ഇവിടെയും കൊടുക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ തരികയാണ്. ലോൺ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഈ 3 സൊസൈറ്റീസിൽ നിന്നും അഥവാ PCRDB, അതുപോലെ ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം അവർ ലോൺ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 3 കോടിയാണെന്ന് കരുതിക്കോളും. അവർക്ക് ലോൺ റിക്കവേർഡ് ആയിട്ടുള്ളത് 2 കോടിയും. അപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ള എങ്ങനെയാണ്? 5 കോടിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഓഫ് ലോൺ ഇഷ്യൂസ് ആൻഡ് ലോൺ റിക്കവേർഡ്. ലോൺ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെയും ലോൺ റിക്കവേർഡ് ചെയ്യുന്നതിൻ്റെ ടോട്ടൽ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ 3ഉം 2ഉം കൂട്ടിയാൽ 5ആണ്. 5 കോടിയാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. OT ഫീ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫിഗറാണത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ശേഷം പറയാം എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ 5 കോടിയിൽ എത്ര 100 5 ലക്ഷം. 5 ലക്ഷം ഇൻറ്റു 50 പൈസ അല്ലേ? എത്രയാണ് വരുന്നത്? 2,50,000. മനസ്സിലായോ? അപ്പോൾ 2,50,000 OT ഫീ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ? ലോൺ ഇഷ്യൂ ചെയ്തത് 3, ലോൺ റിക്കവേർഡ് ആയിട്ടുള്ളത് 2, രണ്ടും കൂടെ ചേർത്തിയത് 5 കോടി. 5 കോടിയിൽ എത്ര 100 വരുന്നുണ്ട്? 5 ലക്ഷം. 5 ലക്ഷം ഇൻറ്റു 0.50 2.5 ലക്ഷം. ഈ 2.5 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ ഈ 2.5 ലക്ഷം അടക്കണോ? ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഥവാ മാക്സിമം OT ഫീ എന്ന് പറയുന്ന തത്വം അതിവിടെയും ഉണ്ട്. 10 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ 1 ലക്ഷം മാക്സിമം കൊടുത്താൽ മതി. 10 കോടിയുടെ താഴെയാണെങ്കിൽ 50,000 രൂപ കൊടുത്താൽ മതി. എന്താണ് ഈ 10 കോടിൻ്റെ മുകളിൽ വരുന്നതും 10 കോടിയുടെ കീഴ്പ്പെട്ട് വരുന്നതും? 10 കോടിയുടെ താഴെയാണെങ്കിൽ 50 അഥവാ 50,000. 10 കോടിക്ക് മുകളിലാണെങ്കിൽ 1 ലക്ഷം. അത് എത്രയാണെങ്കിലും. ഇപ്പോൾ ഇവിടെ 2 ലക്ഷം വന്നു അല്ലേ? 2 ലക്ഷം വന്നതിന് 1 ലക്ഷമാണോ കൊടുക്കേണ്ടത്? 50,000 കൊടുക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാലാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഈ 5 കോടി ശ്രദ്ധിക്കണേ എന്ന്. അഥവാ ലോൺ ഇഷ്യൂ ചെയ്തത് 3, ലോൺ റിക്കവേർഡ് ആയത് 2, രണ്ടും പാടെ ചേർത്തിയത് 5 കോടി. ആ 5 കോടി എന്ന് പറയുന്ന തുക 10 കോടിയുടെ താഴെയാണോ 10 കോടിയുടെ മുകളിലാണോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 5 കോടി എന്ന് പറയുന്നത് 10 കോടിയിൽ താഴെയാണ്. അപ്പോൾ 50,000 കൊടുത്താൽ മതി. സപ്പോസ് ഇത് രണ്ടും പാടെ ചേർത്തിയപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇത് 8ആണ് ലോൺ ഇഷ്യൂ ചെയ്തത്, ഇത് 10ആണ്. ഇപ്പോൾ 18 അല്ലേ 18 കോടിയാണ് വന്നിട്ടുള്ളത്. അത് എബോവ് 10 കോടിയുടെ അല്ലേ കണക്കല്ലേ വരുന്നത്? അവിടെ 1 ലക്ഷം കൊടുത്താൽ മതി. അതിപ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടെ കിട്ടിയത് ഇപ്പോൾ 2 കോടിയാണെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയൊന്നും വരില്ല. 2 കോടിയാണെന്ന് കൂട്ടിക്കോ. 2 കോടി കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 1 ലക്ഷം. ഒരു പാകത്തിന് പറയുകയാണെങ്കിൽ 10 ലക്ഷം വന്നു എന്ന് കൂട്ടിക്കോളൂ.
10 ലക്ഷം കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 1 ലക്ഷം കൊടുത്താൽ മതി OTP. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 50,000 ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ 2 കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞു, അത് മറന്നു പോകരുത്. ഒന്നാമത് ക്രെഡിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ക്രെഡിറ്റിൻ്റെ നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് OTP കണക്കാക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള ഒരു 3 സൊസൈറ്റികളുണ്ടായിരുന്നു. അതേതൊക്കെയാണ്? PCRDB, ഹൗസ് മോർഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ്. അതിൻ്റെ OTP കണക്കാക്കുന്നത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ലോണും റിക്കവറി ആയിട്ടുള്ള ലോണും അതിൻ്റെ രണ്ടിൻ്റെ എമൗണ്ട് കൂട്ടിച്ചേർത്ത് അതിൻ്റെ പുറത്താണ് ഇവിടെ OTP കണക്കാക്കുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള കോമ്പോസിറ്റ് സൊസൈറ്റി. എന്താണ് കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് ജസ്റ്റ് പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അഥവാ കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഡു ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഒരുമിച്ച് ചെയ്യുന്ന സൊസൈറ്റീസാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ലോണുകൾ വരുന്നുണ്ട് അല്ലേ, അതുപോലെ ഡെപ്പോസിറ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസാണ്. എന്നാൽ എന്താണ് ഈ നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെയിൽസ് വരും, അതുപോലെ ട്രേഡിംഗ് ഒക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ 2 പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സൊസൈറ്റീസിന് നമ്മൾ എന്ത് വിളിക്കും? കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ, ഒരു സൊസൈറ്റി ലോൺ കൊടുക്കുന്നുണ്ട്, അവിടെ സെയിൽസും കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സൊസൈറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് വിളിക്കും. ഇനി അതിൻ്റെ ഓഡിറ്റ് ഫീ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓഡിറ്റ് ഫീ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് എവർ ഈസ് ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് ടേൺ ഓവർ. ഏതാണ് വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ സെയിൽസ് ടേൺ ഓവറോ ഏതാണ് കൂടുതൽ വരുന്നത് അതാണ് നമ്മൾ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അത് നമുക്കൊരു ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും. എന്താണ് ഉദാഹരണം? ഒരു സൊസൈറ്റീസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 12 ലക്ഷം, അതിൻ്റെ സെയിൽസ് തന്നിട്ടുണ്ട് 18 ലക്ഷം. എങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ടത് ഏതാണ്? 18 ലക്ഷമാണ്. കാരണം 12 ലക്ഷത്തേക്കാൾ കൂടുതൽ 18 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ സെയിൽസാണ് അവിടെ എടുക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താ എടുക്കാഞ്ഞേ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എമൗണ്ട് കുറഞ്ഞതുകൊണ്ടാണ്. അവിടെ കൂടുതലായി വന്നത് സെയിൽസ് ആയതുകൊണ്ട് സെയിൽസ് എടുത്തു. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ 18 ലക്ഷത്തിൽ എത്ര 100 വരുന്നോ അതിനെല്ലാം 50 പൈസ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് OTP കണക്കാക്കാൻ പറ്റും. 18 ലക്ഷം ഹരിക്കണം 100 ചെയ്താൽ എത്ര 100 ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും? 18,000. ആ 18,000നെ ഇൻറ്റു 50 പൈസ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 9,000 എന്ന് കിട്ടും. അതാണ് അവിടെ OTP ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഈ എല്ലാറ്റിൻ്റെയും പോലെ തന്നെ ഈ കോമ്പോസിറ്റ് സൊസൈറ്റീസിനും OTPൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. 10 കോടി വരെയുള്ള ഒരു കണക്കാണെന്ന് കൂട്ടിക്കോളാം. എന്താ ഈ 10 കോടി എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ നേരത്തെ 18 ലക്ഷം സെയിൽസ് എന്ന് വന്നിട്ടല്ലേ ഈ 9,000 കിട്ടിയത് അല്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഒരു 10 കോടി വരെയുള്ള ഒരു കണക്കാണ്. 10 കോടി സെയിൽസ് ഉണ്ടെന്ന് കൂട്ടിക്കോളും. അതിന് നമ്മൾ ഓഡിറ്റ് ഫീ കണക്കാക്കിയ സമയത്ത് ഹരിക്കണം 100 ഇൻറ്റു 50 പൈസ ഒക്കെ നോക്കിയ സമയത്ത് ഒരു 2,50,000 വന്നു എന്ന് കരുതുക. അപ്പോൾ ഓഡിറ്റ് ഫീ 2,50,000 കൊടുക്കണോ? വേണ്ട. എന്തുകൊണ്ട്? ഇവിടെ നിയമം പറയുന്നുണ്ട് 50,000 വരെയാണ് 10 കോടിക്ക് മാക്സിമം OTP കൊടുക്കേണ്ടതുള്ളൂ എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് 50,000 കൊടുത്താൽ മതി. ഇനി 10 കോടിക്ക് മുകളിൽ വരുന്ന ഒരു കണക്കാണെന്ന് കൂട്ടിക്കോളൂ. 10 കോടിക്ക് മുകളിൽ സെയിൽസോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലോ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഇതുപോലെ നമ്മൾ ഹരിക്കണം 100 ഇൻറ്റു 50 പൈസ നോക്കിയ സമയത്ത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഒരു 9 ലക്ഷം വന്നു കൂട്ടിക്കോളൂ. 9 ലക്ഷം വന്നു. 9 ലക്ഷം ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 9 ലക്ഷം എന്ത് ചെയ്യേണ്ട? OTP കൊടുക്കേണ്ടതില്ല. എത്ര കൊടുത്താൽ മതി? 1 ലക്ഷം. എന്തുകൊണ്ട്? നിയമത്തിൽ പറയുന്നുണ്ട് 1 ലക്ഷം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയും നിയമത്തിൻ്റെ ഒരു സാധുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ കണക്കുകളൊക്കെ തരും. കണക്കുകൾ തരുന്ന സമയത്ത് നമ്മൾക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സംഖ്യ അതേപോലെ തന്നെ എഴുതി വെക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ മാക്സിമത്തിൻ്റെ ഒരു കണക്കുണ്ടല്ലോ, അത് നമ്മൾ ഓർക്കില്ല. ഇപ്പോൾ ഈ ഓഡിറ്റ് ഫീ മാക്സിമം എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പ് പറഞ്ഞ 2 എണ്ണം ഇതുപോലെ തന്നെയാണ്. 10 കോടിക്ക് മുകളിലുണ്ടെങ്കിൽ 1 ലക്ഷം മാക്സിമം കൊടുത്താൽ മതി. 10 കോടിക്ക് താഴെയാണെങ്കിൽ 50,000 കൊടുത്താൽ മതി എന്നാണ് 1ഉം 2ഉം അഥവാ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും PCRDB, ഹൗസിംഗ് മോർഗേജ് ബാങ്ക് തുടങ്ങിയവയുടെയും അതുപോലെ കോമ്പോസിറ്റ് സൊസൈറ്റീസിൻ്റെയും മാക്സിമം കണക്കെന്ന് പറയുന്നത്. ഇനി അടുത്ത സൊസൈറ്റീസ് ആട്ടോ ട്രേഡിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ഗുഡ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് നടത്തുന്ന സൊസൈറ്റീസ്, അതിൻ്റെ ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. സെയിൽസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടത്.
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ട്രേഡിംഗ് സൊസൈറ്റീസ് ഇതിൽ ഉൾപ്പെടില്ല. 2 സൊസൈറ്റീസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒന്ന് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും. ഈ 2 സൊസൈറ്റികളും ഇതിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. ബാക്കി വരുന്ന എല്ലാ ട്രേഡിംഗ് സൊസൈറ്റീസിൻ്റെ നിയമമാണ് ഈ നമ്മൾ നോക്കുന്നത്. അത് സെയിൽസ് ബേസ് ചെയ്തിട്ടാണ്. ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു സൊസൈറ്റീസിൻ്റെ ട്രേഡിംഗ് നടത്തുന്ന ഒരു സൊസൈറ്റീസിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 30 ലക്ഷം തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ 30 ലക്ഷം ഹരിക്കണം 100. അപ്പോൾ എത്ര 100 വന്നിട്ടുണ്ടെന്ന് കണക്കാക്കാൻ പറ്റും. അത് 30,000 30,000 ഇൻറ്റു 50 പൈസ 15,000 അപ്പോൾ 15,000 ഓഡിറ്റ് ഫീ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെയും മാക്സിമത്തിൻ്റെ കണക്ക് വരുന്നുണ്ട്. 10 കോടി വരെയുള്ളതാണെങ്കിൽ മാക്സിമം 50,000. 10 കോടിക്ക് മുകളിലാണെങ്കിൽ മാക്സിമം എത്രയാണ്? 1 ലക്ഷം കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 15,000 വന്നുകൊണ്ട് പ്രശ്നമല്ല, 15,000 കൊടുത്താൽ മതി. സപ്പോസ് എങ്ങാനും 10 കോടി വരെയുള്ള കണക്കിന് 75,000 വന്നിട്ടുണ്ടെങ്കിൽ 50,000 കൊടുത്താൽ മതി. അഥവാ മാക്സിമം 50,000. ഈ 10 കോടിൻ്റെ മുകളിലുള്ളൊരു കണക്കിന് നമുക്കിപ്പോൾ ഒരു 2 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം കൊടുത്താൽ മതി. മാക്സിമത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 4 സൊസൈറ്റീസിൻ്റെ കാര്യത്തിലും മാക്സിമത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 കോടിക്ക് മുകളിലുള്ളതിന് 1 ലക്ഷം, 10 കോടിക്ക് താഴെയുള്ളതിന് മാക്സിമം 50,000 വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായി നോക്കുന്ന സൊസൈറ്റീസ് എന്ന് പറയുന്നത് 4ാമത്തെ കാറ്റഗറി ആകുന്ന ട്രേഡിങ്ങിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള, അഥവാ എക്സംപ്റ്റ് ചെയ്ത് നമ്മളവിടെ പറഞ്ഞല്ലോ, ഒരു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൻ്റെ ഓഡിറ്റ് ഫീ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ കൺസ്യൂമറും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാര്യം ശേഷം പറയാം. ഒരു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ട്രേഡിംഗ് സൊസൈറ്റീസും ഒരുപോലെയല്ലേ? അവർ കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്, കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതോടൊപ്പം മറ്റു ട്രേഡിംഗ് സൊസൈറ്റീസ് അവരുടെ പ്രൊഡക്റ്റും വിൽക്കും. എന്നാൽ അതിൽ നിന്നുള്ളൊരു മാറ്റം ഇവിടെ ഉള്ളത്, കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊഡക്റ്റ് അതോടൊപ്പം മറ്റു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊഡക്റ്റും വിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അഥവാ എ എന്ന് പറയുന്ന ഒരു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കയറ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. ബി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി കൊട്ട, കയർ കൊണ്ടുള്ളൊരു കൊട്ട വിൽക്കുന്നുണ്ട്. ഈ കൊട്ട എ എന്ന് പറയുന്ന സൊസൈറ്റീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നിങ്ങളടുത്ത് കൊട്ടയുടെ ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങളെ പ്രൊഡക്റ്റ് ഒന്ന് കൊടുക്കണം. അങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർ സെയിൽ ചെയ്യുമ്പോൾ അവർക്കൊരു എമൗണ്ട് കിട്ടും. അതിൻ്റെ പുറത്തൊരു കമ്മീഷൻ എക്ക് കിട്ടും. ആ കമ്മീഷൻ മാത്രമേ എക്ക് വരുമാനമായിട്ടുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന സൊസൈറ്റി സ്വന്തം പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ടിനോടൊപ്പം മറ്റ് സൊസൈറ്റീസിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഇവർക്ക് മാത്രമായിട്ട് അതിൽ നിന്നുള്ളൊരു കമ്മീഷൻ കിട്ടും. ആ രണ്ടും പാടെ കൂട്ടിയതാണ് ഇവിടെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നതിലേക്കായിട്ട് വരേണ്ടത്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്വന്തം പ്രൊഡക്റ്റുകൾ വിറ്റപ്പോൾ 8 ലക്ഷം രൂപ കിട്ടി. അതോടൊപ്പം മറ്റ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊഡക്റ്റുകൾ വിറ്റപ്പോൾ ഇവർക്ക് മാത്രമായി അതിൽ നിന്നൊരു കമ്മീഷൻ 1 ലക്ഷം രൂപ കിട്ടി. ടോട്ടലി ഇവരുടെ സ്വന്തം വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷവും 1 ലക്ഷമാണ്. ആ രണ്ടും പാടെ കൂട്ടുമ്പോൾ 9 ലക്ഷം എന്ന് കിട്ടി. ഇതിൻ്റെ പുറത്താണ് ഇവർ ഓഡിറ്റ് ഫീ കാണേണ്ടത്. ഒന്നുകൂടിയും പറയാം. ഒരു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്വന്തം പ്രൊഡക്റ്റ് വിറ്റപ്പോൾ 8 ലക്ഷവും ഇനി മറ്റൊരു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊഡക്റ്റ് വിറ്റപ്പോൾ 10 ലക്ഷം കിട്ടി. പക്ഷേ ഇവർക്ക് ആ 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷമാണ് ഈ ഒരു സൊസൈറ്റി കമ്മീഷനായി കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ 10 ലക്ഷം എടുക്കരുത്. പകരം ഈ സൊസൈറ്റീസിന് കിട്ടിയിട്ടുള്ള കമ്മീഷൻ 1 ലക്ഷമാണെങ്കിൽ രണ്ടും പാടെ കൂട്ടുക, സെയിൽസും കൂട്ടുക, കമ്മീഷനും കൂട്ടുക. ആ കിട്ടുന്ന എമൗണ്ടാണ് ഓഡിറ്റ് ഫീയിലേക്കായിട്ട് പരിഗണിക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ കിട്ടിയ 9 ലക്ഷത്തിൽ എത്ര 100 വരുന്നുണ്ട്? 9,000 100 വരുന്നുണ്ട്. ആ 9,000നെ 50 പൈസ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4,500 എന്ന് കിട്ടും. അതാണ് ഓഡിറ്റ് ഫീ പരിഗണിക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ എക്സംപ്റ്റ് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതുവരെ പറഞ്ഞത് 10 കോടി വരെയുള്ളതിന് 50,000, 10 കോടിക്ക് മുകളിലുള്ളതിനാണെങ്കിൽ 1 ലക്ഷം, ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ പ്രാഥമിക പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഓഡിറ്റ് ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല. എല്ലാ പ്രാഥമിക കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എത്ര വന്നു കഴിഞ്ഞാലും
രൂപ പോലും ഓട്ട് ഫീ കൊടുക്കേണ്ടതില്ല. മുമ്പ് നമ്മളെ ഓട്ട് ഫീയിൽ നിന്ന് മാറ്റപ്പെട്ടുള്ള സൊസൈറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൻസർ ചെയ്യും, അതാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്ത് വന്ന മാറ്റം എന്ന് പറയുന്നത് എല്ലാ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും മാറ്റപ്പെട്ടിട്ടില്ല. പകരം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രമാണ് ഫുള്ളി മാറ്റപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അപ്പെക്സ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആകുന്ന കൊയർ ഫെഡൊക്കെ ആണെങ്കിൽ 50% കൊടുക്കണം. മനസ്സിലായോ? പ്രൈമറി ആണെങ്കിൽ എത്ര വന്നു കഴിഞ്ഞാലും രൂപ പോലും കൊടുക്കേണ്ടതില്ല. എന്നാൽ പ്രൈമറി അല്ല അപ്പെക്സ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ, കൊയർ ഫെഡൊക്കെ ആണെങ്കിൽ കിട്ടിയ തുകയുടെ പകുതി കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കിട്ടിയുള്ളൊരു ഉദാഹരണം ഉണ്ടല്ലോ, 8 ലക്ഷം സെയിൽസും കമ്മീഷനായിട്ട് 1 ലക്ഷം വന്നപ്പോൾ 9 ലക്ഷം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിൻ്റെ OT ഫീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 4500 അല്ലേ. അതൊരു പ്രൈമറി കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യമായിരുന്നെങ്കിൽ രൂപ പോലും OT ഫീ കൊടുക്കേണ്ടതില്ല. ഇനി കിട്ടിയിട്ടുള്ള 4500 ഒരു കൊയർ ഫെഡിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ ആണെങ്കിൽ 4500 കൊടുക്കേണ്ടതില്ല. 4500ൻ്റെ പകുതി എത്രയാണോ, അഥവാ 4500 ഹരിക്കണം 2, 2250 രൂപ, അത് മാത്രം OT ഫീ ആയിട്ട് കൊടുത്താൽ മതി. ഇതുവരെ OT ഫീൻ്റെ മാക്സിമം ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 10 കോടി വരെ ഉള്ളതിന് 50,000 മാക്സിമം, 10 കോടിക്ക് മുകളിലുള്ളതിന് 1 ലക്ഷം മാക്സിമം എന്നായിരുന്നു. എന്നാൽ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ പ്രൈമറിക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പെക്സ് സൊസൈറ്റീസ് ആണെങ്കിൽ പകുതി കൊടുത്താൽ മതി. അവിടെയും പറയുന്നുണ്ട് സ്വന്തം സെയിൽസും മറ്റുള്ളവരുടെ സെയിൽസും ഇവിടെ വരുന്നുണ്ട്. മറ്റു കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അതിൽ സെയിൽസ് എടുക്കാൻ പറ്റില്ല. ആ സെയിൽസിൽ നിന്നുള്ള കമ്മീഷൻ ഈ സൊസൈറ്റിക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് OT ഫീ കൊടുക്കേണ്ടതായിട്ട് വന്നത് ഒരു 5000 രൂപയാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ പ്രൈമറി സൊസൈറ്റീസിനാണ് 5000 വന്നെങ്കിൽ 1 രൂപ പോലും കൊടുക്കണ്ട. എന്നാൽ കൊയർ ഫെഡ് അഥവാ അപ്പെക്സ് സൊസൈറ്റിക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 5000-ൽ നിന്ന് അതിൻ്റെ പകുതിയാകുന്ന 2500 കൊടുക്കണം. 2500 ഒഴിവാക്കി കൊടുക്കും. ഇതാണ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ OT ഫീയുടെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആട്ടോ. നമ്മൾ 4ാമത്തെ കാറ്റഗറിയിൽ അഥവാ ട്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അതിൽ നിന്ന് മാറ്റപ്പെട്ട 2 ഉണ്ടായിരുന്നു. ഒന്ന് കൊയർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനുശേഷം പറയുന്നതാണ് കൺസ്യൂമർ. ഈ കൺസ്യൂമർ 3 തട്ടുകളിലായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പ്രൈമറി ലെവല്, സെൻട്രൽ ലെവല്, അതുപോലെ സ്റ്റേറ്റ് ലെവല്. പ്രൈമറി ലെവലാണെങ്കിൽ പ്രൈമറി കൺസ്യൂമർ സ്റ്റോറുകളും, സെൻട്രൽ ലെവലാണെങ്കിൽ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറുകളും, സ്റ്റേറ്റ് ലെവലാണെങ്കിൽ കൺസ്യൂമർ ഫെഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ്. ഈ 3 3 പറയാനുള്ള കാരണം 3ൻ്റെയും ഓഡിറ്റ് കാൽക്കുലേഷൻ ഒരുപോലെയല്ല, അതുകൊണ്ടാണ്. അതുപോലെ അതിൻ്റെ മാക്സിമം OT ഫീയുടെ കാര്യം വ്യത്യാസമുണ്ട്. 3 തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോക്കാം നമുക്ക്. പ്രൈമറി കൺസ്യൂമർ സ്റ്റോറുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈമറി കൺസ്യൂമർ സ്റ്റോറുകളാണെങ്കിൽ സെയിൽസ് എത്രയാണോ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് OT ഫീ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൈമറി കൺസ്യൂമർ സ്റ്റോറുകളാണെങ്കിൽ സെയിൽസ് എത്രയാണോ അത് ബേസ് ചെയ്തിട്ടാണ് OT ഫീ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ലെവലുള്ള സൊസൈറ്റീസ് ആണെങ്കിലും, അഥവാ സെൻട്രൽ ലെവലാണെങ്കിൽ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറുകളാണെങ്കിലും, സ്റ്റേറ്റ് ലെവലുള്ള അല്ലെങ്കിൽ അപ്പെക്സ് ലെവലുള്ള കൺസ്യൂമർ ഫെഡുകളാണെങ്കിലും സെയിൽസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇതിലേതാണോ കൂടുതലായി വന്നിട്ടുള്ളത് അതെടുത്തിട്ടാണ് OT ഫീ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൈമറി ആണെങ്കിൽ സെയിൽ മാത്രം നോക്കിയാൽ മതി. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ, സെയിൽസ് ഇതിലേതാണോ കൂടുതലെങ്കിൽ ആ കൂടുതലുള്ള കാര്യം എടുത്തിട്ടാണ് OT ഫീ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അഥവാ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് തന്നിട്ടുള്ളത് 25 ലക്ഷം രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. സെയിൽസ് ആയിട്ട് തന്നത് 40 ലക്ഷം രൂപയാണ്. പ്രൈമറി ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി, വേറൊന്നും നോക്കേണ്ട, സെയിൽസ്. എന്നാൽ സെൻട്രലാണെങ്കിലും അപ്പെക്സ് ആണെങ്കിലും എന്ത് നോക്കണം, ഇതിലേതാണോ കൂടുതൽ ആ കൂടുതൽ എടുക്കണം. നോക്കുന്ന സമയത്ത് സെയിലാണ്, അപ്പോൾ സെയിൽ എടുക്കണം. അപ്പം നമുക്കിവിടെ സെയിൽസ് എടുക്കാം, കാരണം സെയിൽസാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി പ്രൈമറി ആണെങ്കിലും സെയിലാണ്, അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ സെയിൽ ഇവിടെ തന്നിട്ടുള്ളത് 40 ലക്ഷം രൂപയാണ്. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഏതാണോ ഓഡിറ്റിന് പരിഗണിക്കേണ്ടതെങ്കിൽ ആ തുക എടുത്ത് അതിൽ ഓരോ 100 രൂപക്കും 50 പൈസ. അപ്പോൾ 40 ലക്ഷത്തിൽ എത്ര 100 രൂപ ഉണ്ട്? 40 ലക്ഷം ഹരിക്കണം 100, 40,000. 40,000 ഇൻറ്റു 50 പൈസ 20,000.
20,000 ഓഡിറ്റ് ഫീ ആയിട്ട് വരുന്നത്. ഇനി മാക്സിമം ഓഡിറ്റ് ഫീയുടെ കാര്യമാണ് പറയുന്നത്. പ്രൈമറി ആണെങ്കിൽ എത്ര തന്നെയാണെങ്കിലും 10,000 കൊടുത്താൽ മതി മാക്സിമം. ഇതൊക്കെ മുമ്പ് നിങ്ങൾ പഠിച്ചു വെച്ച ആളുകളാണെങ്കിൽ ഈ എക്സംപ്റ്റഡ് ഇതിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പുതിയ നിയമപ്രകാരമുള്ള കാര്യമായിട്ട് ഈ പറയുന്നത്. പ്രൈമറി ആണെങ്കിൽ മാക്സിമം 10,000 രൂപ കൊടുത്താൽ മതി ഓഡിറ്റ് ഫീ ആയിട്ട്. അത് 1 ലക്ഷം ആണെങ്കിലും 2 ലക്ഷം ആണെങ്കിലും 3 ലക്ഷം ആണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 10,000 കൊടുത്താൽ മതി. ഇനി അതുപോലെ മറ്റുള്ള സെൻട്രൽ ലെവലാണെങ്കിലും അപ്പെക്സ് ലെവലുള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യകാലത്ത് പറഞ്ഞില്ലേ, അഥവാ 10 കോടി വരെയുള്ളതിന് 50,000, 10 കോടിക്ക് മുകളിലുള്ളതിന് 1 ലക്ഷം, ആ കാറ്റഗറി തന്നെയാണ്. പ്രൈമറിക്ക് മാത്രം ഇവിടെ വ്യത്യാസമുള്ളൂ, എന്ത് 10,000 രൂപ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയായിരുന്നു? 20,000 രൂപ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 20,000 ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് പ്രൈമറിൻ്റെ ആണെങ്കിൽ 20,000 കൊടുക്കണോ? വേണ്ട, 10,000 കൊടുത്താൽ മതി. 10,000 കട്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. മറ്റുള്ളതാണെങ്കിലോ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 കോടി വരെയുള്ളത്. അപ്പോൾ 40 ലക്ഷമല്ലേ വന്നിട്ടുള്ളത് സെയിൽസ്. ആ 40 ലക്ഷത്തിന് പകരം ഇനിയൊരു 11 കോടിയാണെന്ന് കൂട്ടിക്കോളൂ സെയിൽ. അപ്പോൾ നമ്മൾ 11 കോടിയുടെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് സപ്പോസ് നമുക്കൊരു 3 ലക്ഷം കിട്ടിയെന്ന് കൂട്ടുക. 3 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം ഓഡിറ്റ് ഫീ കൊടുക്കണോ? വേണ്ട. 11 കോടി എന്ന് പറയുന്നത് എബൌട്ട് 10 ക്രോറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷമാണ് മാക്സിമം കൊടുക്കേണ്ടതായി പറയുന്നത്. 3 ലക്ഷം വേണ്ട, 1 ലക്ഷം കൊടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി സപ്പോസ് 9 കോടിയാണ് തന്നിട്ടുള്ളത്. 9 കോടീൻ്റെ കണക്കാണെങ്കിൽ അവിടെ നമുക്ക് 1,15,000 ആണ് എന്ത് വന്നത് ഓഡിറ്റ് ഫീ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് സപ്പോസ് നിങ്ങളൊന്ന് വിചാരിക്കുക. അപ്പോൾ 1,15,000 കൊടുക്കണോ? വേണ്ട. കാരണം നിയമത്തിൽ പറയുന്നുണ്ട് 50,000 കൊടുത്താൽ മതി. മനസ്സിലായോ? ഇതാണ് അവിടുത്തെ കണക്കെന്ന് പറയുന്നത്. മറന്നു പോകരുത് കേട്ടോ.